സോ തിയറം ഓഫ് പാപ്പസ് ഗുൾഡിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപ്പസ് എന്ന് പറയുന്ന ഒരാൾ ഏരിയ ഓഫ് ദി സർഫസ് ജനറേറ്റഡ് ഡ്യൂറിങ് റെവല്യൂഷനും വോളിയം ഓഫ് ദി സർഫസ് ജനറേറ്റഡ് ഡ്യൂറിങ് റെവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് ബോഡീസ് കണ്ടുപിടിച്ചു. അതിനെയാണ് തിയറം ഓഫ് പാപ്പസ് ഗുൾഡിനസ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിയറത്തിലെന്ന് പറഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന ഒരു ഇത് കണ്ടോ, എ ബി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു കമ്പ് പോലത്തെ ഒരു സാധനം. ആ എ ബി അല്ലെങ്കിൽ ഒരു ലൈൻ എന്ന് പറയും. ഈ എ ബി എന്ന് പറയുന്ന ലൈനിനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പുള്ളി ഇവിടെ ഇട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഒരു സിലിണ്ടർ ജനറേറ്റ് ചെയ്തു. ആ സിലിണ്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പുള്ളി കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ എ ബി. ഇതാണല്ലോ മെറ്റീരിയൽ. ഈ ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ എ ബി ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് അതായത് ഇതിനൊരു സെൻട്രോയിഡ് കാണും, ഇതാണ് ജി. സോ എക്സ് ബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രോയിഡ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ത്രൂ സം പർട്ടിക്കുലർ ആംഗിൾ. ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കുമല്ലോ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ആംഗിൾ വഴി എത്തും. അതിനെയാണ് എക്സ് ബാർ ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ തിയറം ഫസ്റ്റിൽ പുള്ളി കണ്ടുപിടിച്ചത് ഏരിയ ഓഫ് ദി സർഫസ് ജനറേറ്റഡ് ആണ് ഡ്യൂറിങ് റെവല്യൂഷൻ. അപ്പോൾ ഇവിടെ പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മെറ്റീരിയൽ എ ബി എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ചു, എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് റൊട്ടേറ്റഡ് ആവും. അതൊരു നോൺ ഇൻഡസ്ട്രൈൻ സെറ്റിംഗ് ആക്സിസ് ഇവിടെ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് എച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് അതൊരു സിലിണ്ടറായിട്ട് മാറി. സോ അവിടെ പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇതിൻ്റെ ഏരിയ ഓഫ് ദി സിലിണ്ടർ കണ്ടുപിടിച്ചു. എങ്ങനെ? ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഏരിയ ഓഫ് ദി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിൽ ബി ദി പ്രോഡക്റ്റ് ഓഫ് ദിസ് ലെങ്ത്, അതായത് ഇതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ദിസ് ലെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദി മെറ്റീരിയൽ ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ത്രൂ തീറ്റ റേഡിയൻസ്. ഒരു പർട്ടിക്കുലർ തീറ്റ എന്ന് പറയുന്ന റേഡിയൻസിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അതിനെയാണ് കണ്ടുപിടിച്ചത്. സോ ഏരിയ ഇസിക്കൽ എൽ ഇൻറ്റു എക്സ് ബാർ തീറ്റ എന്നാണ് അതിനെ പറയുന്നത്. അതിൽ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ, അത് എച്ച് ആണ്. അവിടെ എച്ച് ഇട്ട് കൊടുത്തു. ഈ എല്ലിന് വരെ ഇവിടെ എച്ച് ഇട്ട് കൊടുത്തു. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ 2π ആയിരിക്കും. 360 ഡിഗ്രീസ് ആയിരിക്കും ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കറങ്ങിയപ്പോഴാണ് ഈ സിലിണ്ടർ ജനറേറ്റ് ചെയ്യുന്നത്. നോക്ക്, നിങ്ങളൊരു പെൻസിലോ എന്തെങ്കിലും കറക്കി നോക്കുമ്പോൾ ഒരു റൊട്ടേഷൻ കറങ്ങുമ്പോൾ അതിനെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയും. സോ ആ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 2π എന്ന് എടുക്കാം. 2π. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെറ്റീരിയലിൻ്റെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സെൻട്രോയിഡ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്, വൈ ആക്സിസ് ആണ്. സോ അത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഇതാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. സെൻട്രോയിഡ് മുതൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരെയുള്ള ഡിസ്റ്റൻസ്. അത് 6 തന്നിട്ടുണ്ട്. സോ എങ്ങനെ എഴുതാം? ഏരിയ ഇസിക്കൽ ടു തീറ്റയ്ക്ക് വരാൻ 2π ഇട്ട് കൊടുക്കാം, എക്സ് ബാറിന് ഒരു 6 ഇട്ട് കൊടുക്കാം, എല്ലിന് ഒരു എച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ? 2πRH എന്ന് വരും. അതല്ലേ ഏരിയ ഓഫ് ദി സർഫസ് ഓഫ് ദി സിലിണ്ടർ. തിയറം 2 പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ദി സർഫസ് ഓഫ് ദി സിലിണ്ടർ കിട്ടി. എങ്ങനെയാണ്? ഇതിങ്ങനെ കറങ്ങാൻ നേരത്തെ ഇവിടെ ഒരു ഏരിയ ജനറേറ്റ് ചെയ്യും. ഇതാണ് ജനറേറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതായത് OBAC. ആ ജനറേറ്റിംഗ് ഏരിയയുടെ സെൻട്രോയിഡ് കണ്ടുപിടിച്ചിട്ട് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി സിലിണ്ടർ ജനറേറ്റഡ് വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിസ് ഏരിയ, ഈ ജനറേറ്റിംഗ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സെൻറ്റർ ഓഫ് ദി ഇതിൻ്റെ സെൻറ്റർ മുതൽ ഈ ജനറേറ്റിംഗ് ഏരിയ വരെ ട്രാവൽ ചെയ്തതിൻ്റെ ഡിസ്റ്റൻസ് ത്രൂ പർട്ടിക്കുലർ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 2π ആണ്. അതാണ് പുള്ളി രണ്ടാമത്തെ തീയറത്തിൽ വേണം. വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. സോ അവിടെയും ഇക്വേഷൻ എന്താണ്? ഏരിയ ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു തീറ്റ. ഏരിയ വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എച്ച് ഇൻറ്റു ഈ 6. ഇത്രയും 6 ആയിരുന്നല്ലോ നേരത്തെ ക്വസ്റ്റ്യനിൽ. ഇത്രയും 6 ആണ്. സോ അത് മാർക്ക് ചെയ്യുക 6. ഇനി പുള്ളി പറയുന്നത് എന്താ? പ്രോഡക്റ്റ് ഓഫ് ഏതാണ്? ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ഇതായിരുന്നു നേരത്തെ സെൻട്രോയിഡ് മുതൽ ഇപ്പം ഈ ജനറേറ്റിംഗ് ഏരിയയുടെ സെൻട്രോയിഡ്. സോ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് 6 ആണെന്ന് അറിയാം. ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 6 ആണെന്ന് അറിയാമെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എത്രയായിരിക്കും? R/2 ആയിരിക്കും അല്ലേ? ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R/2 ആയിരിക്കും. സോ അതാണ് പുള്ളി പറയുന്നത്. R/2 ഇൻറ്റു എത്ര റൊട്ടേഷനാണ് ചെയ്തത്? ഒരു റൊട്ടേഷൻ എടുത്ത ഡിഗ്രി 2π ആണ്. സോ തീറ്റയ്ക്ക് 2π ഇട്ട് കൊടുക്കുക, എക്സ് ബാറിന് R/2 ഇട്ട് കൊടുക്കുക, ഏരിയയ്ക്ക് 6 ഇൻറ്റു ഈ എച്ച് ഇട്ട് കൊടുക്കുക.
ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇതാണ് അതിൻ്റെ സർഫസ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. ജനറേറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് സർഫസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ ജനറേറ്റർ ആയത്. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ജനറേറ്റിംഗ് ഏരിയ, ഇത് കറങ്ങാൻ നേരത്ത് ജനറേറ്റ് ചെയ്ത ഏരിയ. സോ R × H × H R/2 × 2 പറയുമ്പോൾ πr²H എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് പുള്ളി കണ്ടുപിടിച്ചാണ്. അങ്ങനെ ഒന്നര വായിച്ചാൽ വോളിയം ഓഫ് സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിങ് എ പ്ലെയിൻ ഏരിയ about a non-intersecting axis. ഇതാണ് വോളിയം ഓഫ് ദി സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിങ് എ പ്ലെയിൻ ഏരിയ അബൌട്ട് എ ഇതാണ് ഏരിയ, ജനറേറ്റിംഗ് ഏരിയ. അത് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയ ജനറേറ്റിംഗ് ഏരിയ ഇതാണ്. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ, ഈ ഏരിയനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വോളിയത്തിനെയാണ് പുള്ളി പറയുന്നത്. ഇൻ ഇറ്റ്സ് പ്ലെയിൻ ഈസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി ഏരിയ. പ്രോഡക്റ്റ് ഓഫ് ദി ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ, ഈ ജനറേറ്റിംഗ് ഏരിയ ഇൻറ്റു ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ദ സെൻട്രോയിഡ് ഓഫ് ദി മാസ് ഡ്യൂറിങ് റെവല്യൂഷൻ. ഇതിൻ്റെ ഈ ഏരിയ എത്താൻ വേണ്ടിയിട്ട് ഇത് AB എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ സെൻറ്റർ മുതൽ ഇതുവരെ സെൻറ്റർ വരെ, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ സെൻറ്റർ വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഈ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതെന്ന് പറഞ്ഞാൽ R/2 അതാണ് എഴുതിയിരിക്കുന്നത്. സോ വോളിയം തന്നെ A × S bar × തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ റേഡിയൻസിലാണ്, 2π ആണ് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന വാല്യൂ. ഓക്കെ.